ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ ജോബും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ലൈഫും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം വർക്ക് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം വർക്കിൻ്റെ പേര് SPACE അല്ലെങ്കിൽ സ്പേസ് എന്നാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. ദ ഫസ്റ്റ് ലെറ്റർ ഇസ് S. സ്കെഡ്യൂൾ വർക്ക് ആൻഡ് റെസ്റ്റ് ടൈം. നിങ്ങളുടെ വർക്ക് ടൈമും നിങ്ങളുടെ ബിസിനസ് ടൈമും നിങ്ങളുടെ റെസ്റ്റ് ടൈമും വളരെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? അപ്പം ഇത് നേടുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഡു യു സെറ്റ് ഫിക്സ്ഡ് വർക്ക് അവേഴ്സ് ഡെയിലി? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് വർക്ക് അവർ, അതായത് മേ ബി ഫ്രം 8 o'clock to 10 o'clock, 8 o'clock to 5 o'clock, whatever it is, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന വർക്ക് ഫ്രം ഹോമാണ്. അതിന് നിങ്ങളൊരു സ്കെഡ്യൂൾ വെച്ചിട്ടുണ്ടോ? മേ ബി കാലത്ത് ഏർലി മോർണിംഗ് ആയിരിക്കാം. ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങളുടെ വർക്കും ഹൗസും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല. ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന് വെച്ചാൽ ആ ഫിക്സ്ഡ് ടൈമിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ ഓഫീസിലാണെങ്കിൽ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, ആ ഓഫീസ് വർക്കിൻ്റെ ടൈമിൽ നിങ്ങൾ 100% ഒരു പ്രൊഫഷണൽ ആയിട്ടായിരിക്കണം. അല്ലാത്ത സമയത്ത് നിങ്ങളൊരു ഫാമിലി പേഴ്സൺ ആയിട്ടായിരിക്കണം. അപ്പോൾ ഈ ചോദ്യം, ഡു യു സെറ്റ് ഫിക്സ്ഡ് വർക്ക് അവേഴ്സ് ഡെയിലി? രണ്ടാമത്തെ ചോദ്യം, ഡു യു ബ്ലോക്ക് ടൈം ഫോർ റെസ്റ്റ് ഇൻ യുവർ കാലണ്ടർ? നിങ്ങളുടെ കാലണ്ടറിൽ നിങ്ങളൊരു റെസ്റ്റ് ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചിലപ്പം അത് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങലായിരിക്കാം, അത് നല്ലതല്ല, എനിക്കറിയാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു റെസ്റ്റ് ടൈം നിങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ 4 മണിക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ഈവനിങ് വാക്കിനായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ കാലണ്ടറിൽ നിങ്ങൾ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഒരു റെസ്റ്റ് ടൈം എന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത്, ഡു യു പ്രയോറിറ്റൈസ് നോൺ നെഗോഷ്യബിൾ പേഴ്സണൽ ടൈം? നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു തരത്തിലുള്ള നെഗോസിയേഷൻ ഇല്ല അതിന്. അത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയിരിക്കാം. എനിക്കറിയാം ചില ഫ്രണ്ട്സ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവർ രാവിലെ ജിമ്മിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഒരു ചായ, കട്ടൻ ചായ അടിക്കാൻ വേണ്ടിയിട്ട് അവർ പോകും. ദാറ്റ്സ് എ പേഴ്സണൽ ലൈഫ്. അത് ഫാമിലിനായിട്ട് ഒന്നുമല്ല. ദേ ഗെറ്റ്സ് ദാറ്റ് സോർട്ട് ഓഫ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചോ, അതിൽ യാതൊരു തരത്തിലുള്ള നെഗോസിയേഷനും ഇല്ല. The next question is, do you use alarm for task transformation? അതായത് ഒരു ടാസ്ക് ചെയ്തിട്ട് മറ്റേ ടാസ്കിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു അലാം ക്ലോക്ക് അല്ലെങ്കിൽ അലാം ബെൽ എന്തെങ്കിലുണ്ടോ, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനോ, അത് കറക്റ്റായിട്ട് പറയും ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടോ, ഇനി നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകണം. അതിലൊരു ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ട്, ചിലപ്പോൾ ഒരു ബ്രേക്ക് ആയിരിക്കാം. whatever it is, നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? The next question is, do you stick to your schedule consistently? നിങ്ങളൊരു സെറ്റ് ചെയ്ത്, ഇപ്പം നമ്മളെല്ലാവരും ചെയ്യണം, January 1st എല്ലാവരും ഗോളൊക്കെ സെറ്റ് ചെയ്യും. പക്ഷേ ആ ഗോൾ ചിലപ്പോൾ ഒരാഴ്ച വരെ നമ്മൾ നോക്കുള്ളൂ, അതിന് ശേഷം എല്ലാം തെറ്റിപ്പോവും. അതേപോലെ ഇവിടെ നിങ്ങൾ ഡെയിലി നിങ്ങളൊരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്പർ 1, ആ സെറ്റ് ചെയ്ത സ്കെഡ്യൂളിന് അനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒന്ന് മനസ്സിലാക്കണം, ഇഫ് യു വോണ്ട് ടു ഡിസൈൻ യുവർ ലൈഫ്, യു ഹാവ് ടു ഡിസൈൻ യുവർ വീക്ക്. And in order to design your week, you have to design your day എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ വീക്ക്ലി സ്കെഡ്യൂൾസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. വീക്ക്ലി സ്കെഡ്യൂൾസ് തിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഡെയിലി സ്കെഡ്യൂൾ തിട്ടപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഡെയിലി ഡിസൈൻ എന്ന് പറഞ്ഞത്. സോ ഒന്നുകൂടി ചോദ്യം ചോദിക്കാം, ഡു യു സ്റ്റിക്ക് ടു യുവർ സ്കെഡ്യൂൾ കൺസിസ്റ്റൻ്റ്? നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കെഡ്യൂളിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തീർക്കണം അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയാണോ? ഇനി നമുക്ക് സ്പേസ് എന്ന ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ സെക്കൻഡ് ലെറ്ററിലേക്ക് പോകാം. പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാൻ. എന്ത് പ്ലാൻ ചെയ്യാനാ? പ്ലാൻ ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് റഷ്. ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിലപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യലും, ഫ്ലൈറ്റിന് ടൈം ആകുമ്പോഴേക്കും എല്ലാം പാസ്പോർട്ടും തിരഞ്ഞു നോക്കലും വിസ തിരഞ്ഞു നോക്കലും ഒക്കെ ലാസ്റ്റ് ടൈം മൂമെൻറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വ്യക്തിയാണോ നിങ്ങൾ? അതിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള 5 ചോദ്യങ്ങൾ അവിടെ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു ലിസ്റ്റ് ടാസ്ക് ഫോർ ദ ഡേ ഇൻ അഡ്വാൻസ്? അതായത് നിങ്ങൾക്കൊരു ടാസ്ക്, ഒരു ദിവസം ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക് ഒരു ദിവസം മുമ്പ് തന്നെ എഴുതി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അതാണ് ചോദ്യം. അതില്ലെങ്കിൽ അതുണ്ടാക്കണം. ഒരിക്കലും ലാസ്റ്റ് മൂമെൻറ്റിന് വെച്ച് എല്ലാം ചെയ്യാൻ പാടില്ല. ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഡു യു ബ്രേക്ക് ഡൗൺ ബിഗ് ടാസ്ക് ഇൻ ടു സ്മോളർ വൺസ്? അതായത് വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് വേർതിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ?
ഇല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം. കാരണം എല്ലാ വലിയ ടാസ്ക് എപ്പോഴും നമ്മൾക്കൊരു ബർഡൻ ആയിട്ടാണ് തോന്നുന്നത്. അത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. ആ വലിയ ടാസ്ക് വരുമ്പം നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ മുതിരില്ല. And therefore we start procrastinating and we won't do what we are supposed to do. The next question is, do you set deadlines ahead of the actual deadline? അപ്പോൾ ഇവിടെ 2 ഡെഡ്ലൈനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് മറ്റന്നാളാണ് നമുക്കൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും അതോറിറ്റിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പേപ്പർ മറ്റന്നാൾ 10 മണിക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ തന്നെ അതിന് മുമ്പായിട്ട് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ലൈൻ ആക്ച്വൽ ഡെഡ് ലൈനെ ബേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടേതായ ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ആ ഡെഡ് ലൈൻ അനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ആ ഡെഡ് ലൈനായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ഡെഡ് ലൈൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തും വേണം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങൾ. ഈ ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴും ചോദിച്ചിരിക്കണം. The next question is, do you allocate buffer time between tasks? ഈ ബഫർ ടൈം എന്ന് പറഞ്ഞാൽ 2 ടാസ്കിൻ്റെ ഇടയിൽ കുറച്ച് ഇടവേള എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടാസ്ക് നിങ്ങൾക്കുണ്ട്, അത് 10 മണിക്കാണ് തീരണമെന്ന് വിചാരിക്കുക. മറ്റേ ടാസ്ക് 10 മണിക്ക് തുടങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ളിൽ ഗ്യാപ്പില്ല, ബ്രീത് ചെയ്യാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ബ്രീതിങ് ടൈം കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ടാസ്ക് 10 മണിക്ക് ചിലപ്പം തീരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂർ, ഹാഫ് ആൻ അവർ അഡീഷണൽ ആയിട്ട് കൊടുക്കുക ബഫർ ടൈമായിട്ട്. സെക്കൻഡ് ടാസ്ക് ചിലപ്പം 1 മണിക്കൂറിന് ശേഷം കൊടുക്കുക. അപ്പം 11 മണിക്ക് തുടങ്ങാം. അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞ ഉടനെ ഒരു ഇൻട്രോവൽ, ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു ബ്രീതിങ് ടൈം കൊടുക്കുക. അതിനാണ് ബഫർ ടൈം എന്ന് പറയാം. അങ്ങനെ ചെയ്യണില്ലെങ്കിൽ അത് നിങ്ങൾ അടുത്ത സ്കെഡ്യൂൾ മുതൽ അത് ചെയ്യാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു റിവ്യൂ യുവർ ഡേ ഈച്ച് മോർണിംഗ്? അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം മുമ്പ് നിങ്ങളുടെ ടാസ്ക് എന്തൊക്കെയാണ് അടുത്ത ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തിയിരിക്കണം, അത് എഴുതിയിരിക്കണം. നിങ്ങൾക്ക് ജേർണൽ ഉണ്ടാവും, ജേർണൽ എഴുതിയിരിക്കണം. കാലത്ത് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇന്നതാണ് ചെയ്യണമെന്നുള്ള റിമൈൻഡ് ചെയ്യൽ. അത് എപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ട് ആ ദിവസം നിങ്ങൾക്കറിയാം, ഓക്കെ ഇങ്ങനെയാണ് സ്കെഡ്യൂൾ, ഇന്നത്തെ സ്കെഡ്യൂൾ എങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ ഒരു രീതിയിലാണ് ഞാൻ ഫിനിഷ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ അത് പ്രാക്ടിക്കലാണ്. ഇനി സ്പേസ് എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ 3ാമത്തെ ലെറ്ററിലേക്ക് പോകാം. അത് എ ആണ്. എ മീൻസ് അലോക്കേറ്റ് ടൈം ഫോർ ഫാമിലി ആൻഡ് സെൽഫ്. ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ടൈം മാറ്റിവെക്കാം. അതാണ് നമ്പർ 3. ഇതെങ്ങനെ സാധിക്കും നോക്കാം. നമ്പർ 1, ഡു യു ബ്ലോക്ക് സ്പെസിഫിക് hours ഫോർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം നിങ്ങൾ മാറ്റി വെക്കാറുണ്ടോ? അത് ചിലപ്പോൾ വീക്ക്ലി ആവാം, ചിലപ്പോൾ ഡെയിലി ആവാം. അത് നിങ്ങൾ ചെയ്യാറുണ്ടോ? അത് നിങ്ങളുടെ ഡയറിയിൽ അല്ലെങ്കിൽ ജേർണൽ എവിടെയെങ്കിലും രേഖപ്പെടുത്താറുണ്ടോ? ബ്ലാക്ക് ഔട്ട് ചെയ്ത് വെക്കാറുണ്ടോ? 2ാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്, ഡു യു പ്ലാൻ പേഴ്സണൽ ടൈം ആസ് അപ്പോയിൻമെൻറ്റ്സ്? അത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ടൈം കൊടുക്കാറുണ്ടോ? അല്ലാതെ പക്ഷം ഏത് സമയത്ത് ഒരു ഫ്രണ്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പം വർക്ക് ഫ്രം ഹോം, ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ജോബും മുടങ്ങിപ്പോകും. അതേസമയത്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലും എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് എല്ലാം മുടങ്ങാൻ പോകും. അപ്പോൾ നമുക്ക് ഒരു വിൻഡോ ടൈം ഉണ്ടായിരിക്കണം. വിൻഡോ ടൈം ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ്സിനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ടൈം നിങ്ങൾ വെക്കാറുണ്ടോ? അതാണ് ചോദ്യം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു കമ്മ്യൂണിക്കേറ്റ് യുവർ അവൈലബിലിറ്റി ടു ലവ്ഡ് വൺസ്? നിങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങളെ ലവ്ഡ് വൺസ്, അത് നിങ്ങളുടെ ഫാമിലി ആവാം, നിങ്ങളുടെ അടുത്തുള്ള കുടുംബം ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. അവരോട് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? ഓക്കെ, ഇത്ര മണി മുതൽ ഇത്ര മണി ഞാൻ ഫ്രീ ആണ്, വന്നോ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയാറുണ്ട്? ഞാൻ പറയാറുണ്ട്. എൻ്റെ വർക്ക് ടൈമിൽ ആരും തന്നെ എന്നെ ബോദർ ചെയ്യാറില്ല. ഒരു മൊബൈൽ ഫോണോ റിങ് ചെയ്യലോ നോട്ടിഫിക്കേഷനോ, വെദർ ഇറ്റ് ഇസ് മൈ ഫാമിലി മെമ്പേഴ്സ്, അവരും വന്ന് ബോദർ ചെയ്യാറില്ല. എൻ്റെ സ്റ്റുഡൻസ് ബോദർ ചെയ്യാറില്ല, എൻ്റെ ഫ്രണ്ട്സ് ബോദർ ചെയ്യാറില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അവർക്കൊരു ടൈം കൊടുക്കും. ഞാൻ പറയും, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഞാൻ ഫ്രീ ആ, ലെറ്റ്സ് ഹാവ് എ ചാറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു നീഡ് ടു ആസ്ക് ഇസ്, ഡു യു എൻഷുർ ഡെയിലി ചെക്ക് ഇൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്? അതായത് എല്ലാ ദിവസവും നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊപ്പം ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള അതിന് വേണ്ടിയുള്ള ടൈം നിങ്ങൾ കാണാറുണ്ടോ? ഞാനത് കാണാറുണ്ട്. മിക്കവാറും ഡൈനിങ് ടേബിളിലായിരിക്കും ആ ചർച്ചകൾ വരില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ഫാമിലി ബെഡ്റൂമിലായിരിക്കും എല്ലാവരും ഇരിക്കുക, എന്നിട്ട് നമ്മൾ സംസാരിക്കും. സോ ഡു യു ഗിവ് ടൈം ഫോർ ദാറ്റ്? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു അവോയ്ഡ് വർക്ക് ഡ്യൂറിങ് ഫാമിലി ടൈം? നമ്മൾ ഫാമിലി ടൈമിൻ്റെ സമയത്ത് നിങ്ങളുടെ വർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എത്ര വലിയ പ്രഷറുള്ള ജോബ് ആയിക്കോട്ടെ, ടെൻഷൻ കയറിയിട്ടുള്ള ജോബ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഫാമിലി ടൈമിൽ ആ ഒരു ജോബും ആ ഒരു ടെൻഷനും നിങ്ങൾ കൊണ്ടുവരാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഇനി നമ്മൾ പോകുന്നത് ഫോർത്ത് ലെറ്റർ ഇസ് സി. C stands for create boundaries between role. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെല്ലാവർക്കും വ്യത്യസ്ത റോൾസ് ഉണ്ട്. ഒരു പാരൻ്റ് ആയിരിക്കാം,
നമ്മൾ ചിലപ്പോൾ ഒരു സൺ ആയിരിക്കാം, നമ്മൾ ചിലപ്പോൾ ഒരു ഫാദർ ആയിരിക്കാം, നമ്മൾ ചിലപ്പോൾ ഒരു മാനേജർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വ്യത്യസ്ത റോൾസ് ഉണ്ട്. അപ്പോൾ ഓരോ റോളിൻ്റെ ഇടയിലും നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടോ എന്നാണ് ചോദ്യം. സോ ഹിയർസ് എ ക്വസ്റ്റ്യൻ, ഡു യു ഡെസിഗ്നേറ്റ് സെപ്പറേറ്റ് സ്പേസ് ഫോർ വർക്ക് ആൻഡ് ഹോം? അതായത് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടും വർക്കിന് വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ടുള്ള സ്പേസ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നിങ്ങളൊരു ഓഫീസ് വ്യത്യസ്ത ഓഫീസാണ്, ദർ ഇസ് നോ ഇഷ്യൂ അറ്റ് ഓൾ. പക്ഷേ എൻ്റെ പോലത്തെ ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എൻ്റെ സ്റ്റുഡിയോ വീട്ടിൽ തന്നെയാണ്. സോ ഡു ഐ ഹാവ് എ ഡിഫറെൻറ്റ് സ്പേസ് ഫോർ മൈ വർക്ക്? ദ ആൻസർ ഇസ് യെസ്. ഈ ഒരു സ്പേസിലേക്ക് ഞാൻ വരുമ്പോൾ, ഈ സ്റ്റുഡിയോ എന്നുള്ള സ്പേസിലേക്ക് ഞാൻ വരുമ്പോൾ, ഐ മസ്റ്റ് ബി പ്രൊഫഷണൽ ഇൻ ദാറ്റ്. വേറാസ് വെൻ ഐ ഗോ ഹോം, ഞാൻ വീട്ടിൽ താഴോട്ട് വരുമ്പം, എൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പം, ഐ എം എ ഡിഫറെൻറ്റ് പേഴ്സൺ, ഐ എം എ ഫാമിലി പേഴ്സൺ. So the question is, do you have a separate space for that? The second question is, do you set no work zone in the house? അതായത് വർക്കിനെ പറ്റി പറയാത്ത, ചെയ്യാത്ത, ചിന്തിക്കാത്ത, സംസാരിക്കാത്ത ഒരു സോണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ സോണിലാകുമ്പോൾ നിങ്ങൾ കുടുംബത്തിൻ്റെ ഒപ്പമായിരിക്കണം, നിങ്ങൾ ഫാമിലിൻ്റെ ഒപ്പമായിരിക്കണം, ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരിക്കണം. പക്ഷേ അവിടെ ജോലീൻ്റെ കാര്യമോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യമോ സംസാരിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ? എങ്കിൽ അത് മാറ്റി വെക്കണം. The next question is, do you have a different routine for working days? അത് നമുക്ക് വർക്ക് ഡേയ്സ് ഉണ്ട്, അതേപോലെ വീക്കെൻഡ്സും ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൻ്റെ സ്കെഡ്യൂൾ നിങ്ങളുടെ സാധാരണ വീക്കെൻഡിനെക്കാളും വ്യത്യാസമാണ്. ആണെങ്കിൽ അത് എങ്ങനെയാണ്? അത് നിങ്ങളെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? വർക്ക് ഡേയ്സിൽ നിങ്ങൾ 100% യു ഹാവ് ടു ബി ഇൻ ദാറ്റ് സോൺ. ആ ഒരു സോണിലായിരിക്കണം വർക്ക് ഡേയ്സിന്. വൺസ് ദിസ് ഇസ് ദ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി പേഴ്സണായി മാറണം. സോ അതിൻ്റെ ഇടയിൽ ഒരു ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു ഇൻഫോം കോ-വർക്കേഴ്സ് ഓഫ് യുവർ ഓഫ് hours? നിങ്ങളുടെ സ്റ്റാഫ് മെമ്പറോട് പറയാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോട്, എംപ്ലോയീസിനോട്, ടീമിനോട് പറയാറുണ്ടോ, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എൻ്റെ ഓഫ് hours, ആ സമയത്ത് വിളിക്കാൻ പാടില്ല? ചിലപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ യു വിൽ ബി വർക്കിംഗ് ഇൻ ദ ബിസിനസ്സിന് അകത്ത് ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും അവർ നിങ്ങളായിരിക്കും വിളിക്കുന്നുണ്ടാവും. മൈക്രോ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ടൈപ്പിൽ. നിങ്ങൾ ചിലപ്പോൾ ഫാമിലിൻ്റെ ഒപ്പമായിരിക്കാം, അപ്പോഴായിരിക്കും ഫോൺ കോൾ വരാം. പക്ഷേ അതേ സമയത്ത് വളരെ നന്നായിട്ട് ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്റ്റാഫ് മെമ്പർ നിങ്ങളെ വിളിക്കില്ല. ആൻഡ് യു ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എൻ്റെ ഫാമിലി ടൈമാണ്, യു ഷുഡ് നോട്ട് ബി കോളിംഗ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു നീഡ് ടു ആസ്ക് ഇസ്, ഡു യു സ്റ്റിക്ക് ഓൺ ടു എ പോസ്റ്റ് വർക്ക് റിലാക്സിങ് റിച്വൽ? അതായത് എല്ലാ ദിവസവും നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം അതിനൊരു റിലാക്സിങ് പീരീഡ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ചിലപ്പോൾ അത് ഒരു നാപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു കോഫി ബ്രേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഔട്ടിംഗ് ആയിരിക്കാം, ചിലപ്പോൾ വാക്കിംഗ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡു യു ഫോളോ എ റിച്വൽ? ചിലർ വൈകിട്ടായിരിക്കും ന്യൂസ് പേപ്പർ വായിക്കുക. സോ ഡു യു ഹാവ് എ റിലാക്സിങ് റിച്വൽ വെൻ യു കം ബാക്ക് ആഫ്റ്റർ വർക്ക്? ഇനി സ്പേസ് എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്കിൽ ലാസ്റ്റ് ലെറ്ററിലേക്ക് പോകാം. ഇ സ്റ്റാൻഡ്സ് ഫോർ എൻജോയ് ഹോബീസ് ഫോർ റിലാക്സേഷൻ. ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൽ ഞാൻ റിലാക്സേഷനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ കുറച്ചും കൂടി ഡീപ്പറായിട്ട് അപ്പോൾ എൻജോയ് ഹോബീസ് ഫോർ റിലാക്സേഷൻ. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹോബീസ് എൻജോയ് ചെയ്യാറുണ്ടോ? അപ്പോൾ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത ഹോബീസ് ആയിരിക്കാം. ചിലർക്ക് പെറ്റിൻ്റെ ഒപ്പം നടക്കലായിരിക്കാം, ചിലർക്ക് ജസ്റ്റ് വാക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് ജസ്റ്റ് സ്ലീപ്പിംഗ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡു യു എൻജോയ് ഹോബീസ് ഫോർ റിലാക്സേഷൻ? സോ ഹിയർസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു സ്കെഡ്യൂൾ വീക്ക്ലി ടൈം ഫോർ ഹോബീസ്? നിങ്ങളൊരു വീക്ക്ലി നിങ്ങളുടെ ടൈം അതിന് വേണ്ടി സ്കെഡ്യൂൾ ചെയ്ത് വെക്കല്ല ഹോബീസിന് വേണ്ടിയിട്ട്. ചിലർക്ക് ലേഡീസ് ക്ലബ് ഉണ്ടായിരിക്കാം, ചിലർക്ക് വല്ല സ്പോർട്സ് ആയിരിക്കാം, ടെന്നീസ് ആയിരിക്കാം, TT ആയിരിക്കാം, മാർഷൽ ആർട്ട് ആയിരിക്കാം. ഞാൻ മാർഷൽ ആർട്സിൻ്റെ ആളാണ്, സോ ഐ ലുക്ക് ഫോർ ദാറ്റ് വൺ. വീക്ക്ലി വി യൂസ് ടു ഡു ദാറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു നീഡ് ടു ആസ്ക് ഇസ്, ഡു യു ചൂസ് ആക്ടിവിറ്റീസ് ദാറ്റ് റിഫ്രഷ് യു? അതായത് നിങ്ങൾ റിഫ്രഷ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ നിങ്ങൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചിലപ്പോൾ എന്നെ റിഫ്രഷ് ചെയ്യേണ്ടാവില്ല, ചിലപ്പോൾ എനിക്കത് ബോറടിക്കും. സോ വെനെവർ യു സെലക്ട് എനി ആക്ടിവിറ്റി, ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് റിഫ്രഷ് യൂസ് ആൻഡ് റിലാക്സസ് യു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡു യു സെറ്റ് അസൈഡ് വർക്ക് ഡിവൈസസ് ഡ്യൂറിങ് ഹോബീസ്? നിങ്ങൾ ഹോബീസിൽ ഏർപ്പെടുമ്പം നിങ്ങളുടെ വർക്കിംഗ് ഡിവൈസ്, അത് ചിലപ്പം ഓഫീസ് മൊബൈലായിരിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാറ്റി വെക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം. The next question that you need to ask is, do you involve family and friends in activities? നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഫാമിലിയും ഫ്രണ്ട്സിനും അതിൽ ഉൾപ്പെടുത്താറുണ്ടോ? ചിലപ്പോൾ ഫാമിലീസ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് മാത്രമായിരിക്കാം, ചിലപ്പം ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഫാമിലി മാത്രം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. So do you do that? Now let's ask the last question. Do you treat hobbies like scheduled meeting? നമ്മൾ മീറ്റിംഗ് ഒക്കെ സ്കെഡ്യൂൾ ചെയ്യാറുണ്ട്. 10 മണി മുതൽ 11 മണി വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 10:45 വരെ.
അതേപോലെ നിങ്ങളുടെ ഹോബീസ് നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ സ്കെഡ്യൂൾ മീറ്റിംഗ് ചെയ്യണത് പോലെ സ്കെഡ്യൂൾ ചെയ്യാറുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. എൻ്റെ മെൻറ്റർഷിപ്പും കോച്ചിങ്ങും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.